ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. ബീഹാറിലൊഴികെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേവ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്കും പ്രത്യേക ആരാധനയ്ക്കും തുടക്കം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഇന്നു മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. ജമ്മു കശ്മീർ ഒഴികെയുള്ള 11 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. ജമ്മു കശ്മീരിൽ ഏപ്രിൽ 6-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. കേരളത്തിൽ 20, കർണാടകത്തിലെ 14, രാജസ്ഥാനിൽ 13 മണ്ഡലങ്ങളിലും അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ത്രിപുര, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 26-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 14 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി. യുപിയിലെ ഗാസിയാബാദിൽ നിന്ന് ഡോളി ശർമ്മ, സിതാപൂരിൽ നിന്ന് നകുൽ ദൂബെ എന്നിവർ മത്സരിക്കും. ഝാർഖണ്ഡിലെ ഖുണ്ടി ലോക്സഭാ സീറ്റിൽ നിന്ന് കാളിചരൺ മുണ്ടയാണ് പാർട്ടി സ്ഥാനാർത്ഥി. മധ്യപ്രദേശിലെ വിദിശയിൽ പ്രതാപ് ബാനു ശർമ്മയും ഗുണ ലോക്സഭാ മണ്ഡലത്തിൽ റാവു യാദവേന്ദ്ര സിംഗും മത്സരിക്കും. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. ദക്ഷിണ മുംബൈയിൽ സിറ്റിംഗ് MP അരവിന്ദ് സാവന്തിന് പാർട്ടി വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. മുംബൈയിലെ ചില മണ്ഡലങ്ങളിലെയും സാംഗ്ലി സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ സഖ്യകക്ഷിയായ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചു. അമരാവതി മണ്ഡലത്തിൽ സ്വതന്ത്ര MP നവനീത് റാണയ്ക്ക് BJP പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുന്ന ഒഡീഷയിൽ ഭരണകക്ഷിയായ ബിജു ജനതാദൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 21-ൽ 15 ലോക്സഭാ സീറ്റുകളിലെയും 147-ൽ 72 നിയമസഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഗഞ്ചം ജില്ലയിലെ ഹിൻജിലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. സംബൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ ധർമ്മേന്ദ്ര പ്രധാനെതിരെ BJD നേതാവ് പ്രണബ് പ്രകാശ് ദാസിയായിരിക്കും സ്ഥാനാർത്ഥി. ബീഹാറിലൊഴികെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഈ മാസം 30-ആണ്. വിശദാംശങ്ങളിലേക്ക്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയാണ് ഇന്നലെ പത്രികാ സമർപ്പണം അവസാനിച്ചത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലും 32 നിയമസഭാ സീറ്റുകളിലേക്കുമാണ് അടുത്ത മാസം 19-ന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ത്രിപുരയിൽ BJP നേതാവ് ബിപ്ലബ് കുമാർ ദേവും കോൺഗ്രസ് നേതാവ് ആശിഷ് സാഹയും പത്രിക നൽകി. മധ്യപ്രദേശിൽ കോൺഗ്രസ് താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കി. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മുൻ മുഖ്യമന്ത്രിമാർ എന്നിവർ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. സിക്കിമിൽ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്, മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗ് എന്നിവരും പത്രിക സമർപ്പിച്ചു. ബീഹാറിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഹോളി, ബീഹാർ സ്ഥാപക ദിനം തുടങ്ങിയ ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് ബീഹാറിൽ പത്രികാ സമർപ്പണം നീട്ടിയത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആക്ഷേപകരമായ പരാമർശത്തിന്റെ പേരിൽ BJP MP ദിലീപ് ഘോഷിനും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പരാമർശം നടത്തിയതിനാണ് ശ്രീ ഘോഷിന് നോട്ടീസ് അയച്ചത്. BJP സ്ഥാനാർത്ഥി കങ്കണ റണാവത്തിനെതിരായ പരാമർശത്തിനാണ് ശ്രീമതി ശ്രീനേറ്റിന് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകാൻ കമ്മീഷൻ ഇരു നേതാക്കളോടും ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ അംഗവും ജലന്ധർ MPയുമായ സുശീൽ കുമാർ റിങ്കു BJPയിൽ ചേർന്നു. പാർട്ടി MLA ശീതൾ അങ്കുറലും BJPയിൽ അംഗത്വമെടുത്തു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ സഹകരണത്തെക്കുറിച്ചും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത്. യുക്രൈൻ വിദേശകാര്യമന്ത്രി വ്യവസായ സമൂഹവുമായും ആശയവിനിമയം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ സന്ദർശിച്ചു. ക്വാലലംപൂരിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിൽ ഇന്ത്യ മലേഷ്യ ബന്ധം ശക്തിപ്പെടുത്താനുള്ള അജണ്ട രൂപപ്പെടുത്താൻ ധാരണയായതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. മലേഷ്യൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഹാജി ഹസനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ, നയതന്ത്ര, സാമ്പത്തിക, പ്രതിരോധ, ഡിജിറ്റൽ, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. സ്ത്രീ ശാക്തീകരണം ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ലിംഗസമത്വവും സ്ത്രീകൾ നയിക്കുന്ന വികസനവും നീതിപൂർവകവും പുരോഗമനപരവുമായ സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. FICCI ലേഡീസ് ഓർഗനൈസേഷന്റെ 40ാം വാർഷിക പരിപാടിയിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരസേന കമാൻഡർമാരുടെ സമ്മേളനം ഇന്നു മുതൽ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അടുത്ത മാസം 2-ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് അദ്ദേഹം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും സംവദിക്കും. സമ്മേളനത്തിന്റെ ആദ്യ ദിനം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കരസേന ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിലാണ് പെസഹ ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ, പ്രത്യേക ആരാധനകൾ എന്നിവ നടക്കും. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. തുടർന്ന് ക്രിസ്തുവിന്റെ കുരിശുമരണ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരണം നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ന് വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തുടർന്ന് റോഡ് ഷോയും ഉണ്ടാകും. ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ റോഡ് ഷോ നടത്തി. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് മുൻ മന്ത്രി തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിച്ചേക്കും. ഇത് 7ാം തവണയാണ് ശ്രീ ഐസക്കിന് ഇഡി സമൻസ് അയക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. നയതന്ത്ര കാര്യങ്ങളിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ആഭ്യന്തര കാര്യങ്ങളെയും മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ന്യൂഡൽഹിയിൽ US എംബസിയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ ഇന്ത്യ വിളിച്ചുവരുത്തി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് അടിയന്തര ഇടക്കാല ആശ്വാസം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. അറസ്റ്റ് ചോദ്യം ചെയ്ത് ശ്രീ കെജ്രിവാൾ നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതി നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 2-നകം മറുപടി നൽകാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഭരണം നടത്താൻ അനുവദിക്കില്ലെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. ജയിലിലാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന AAP നേതാക്കളുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. ഇന്നലെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 31 റൺസിനാണ് സൺറൈസേഴ്സ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് IPLൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോറായ 277 കരസ്ഥമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. ബീഹാറിലൊഴികെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്കും പ്രത്യേക ആരാധനയ്ക്കും തുടക്കം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.